ഹലോ ഗൈസ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അതൊരു തോക്കിച്ചിരിക്കണേ ചേച്ചി, ഒരു പ്രശ്നമില്ല കേട്ടോ. വഴിയുടെ നടുക്ക് ആരോ നിർത്തിട്ട് എന്തായി കാണിക്കണേന്നായിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നും കപ്രിക്കാടിലേക്കാണ് പോകുന്നത് അല്ലേ. ആന വളർത്തൽ കേന്ദ്രം, വെൽക്കം ടു അഭയാരണ്യം കപ്രിക്കാട്. ഒരു ആംബുലൻസ് വരുന്നല്ലോ. അപ്പൊ അതായത് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ ഈ സ്ഥലത്തിന് വേറൊരു പേരും കൂടെ പറയാം. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ അണ്ടറിലുള്ള അല്ല, കോടനാട്. യെസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞതും കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ കോടനാടാണ് ഞങ്ങളുള്ളത്. കോടനാടിന്ന് അഭയാരണ്യം കപ്രിക്കാട് ആന വളർത്തൽ കേന്ദ്രത്തിലേക്ക് പോവാണ്. ഞാനും മിലനും കൂടെയാണ് ഇന്ന് യാത്ര ചെയ്തിരുന്നത്. മിലനെ എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. സിംഗറാണ്, മെന്റലിസ്റ്റാണ്, മെന്റലാണ്. ഓക്കെ, മഹാരാജാസ് കോളേജിൽ പഠിക്കുന്നുണ്ടാണ്. ഇന്ന് ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഞാൻ പോയേക്കാന്ന് പറഞ്ഞു. എനിക്കൊന്ന് കാക്കനാട് നിന്ന് ഒരു 10-30 കിലോമീറ്റർ അതിലുണ്ടാവും, 10-50 കിലോമീറ്റർ കൂട്ടിട്ട് നിങ്ങൾ അതിലും ഉണ്ടാവും. അപ്പം അത്രയാണ്. അപ്പം ഞങ്ങൾ ഇനി പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് അരിയിലെത്തിയപ്പോഴത്തേക്കൊന്ന് നിർത്തിയതാണ്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണിച്ചു തരാം നിങ്ങളങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ടല്ലേ. ഇന്നത്തെ വീഡിയോ നമുക്ക് കാണിക്കാം, വീഡിയോ എടുത്താലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി. അഭയാരണ്യത്തിലാണ് എത്തിയിട്ടുള്ളത്. പെരുമ്പാവൂരുകാർക്കൊക്കെ അറിയായിരിക്കും, എറണാകുളംകാർക്കും അറിയായിരിക്കും. കോടനാട് എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് ഇപ്പം ആനകളെ മാറ്റിയിട്ട് ഇപ്പം ഈ അഭയാരണ്യത്തിലാണ് ഉള്ളത്. നമ്മളവിടെ എത്തിയിരിക്കുകയാണ് കാണാൻ വേണ്ടി. സോ ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അഭയാരണ്യത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ 25 രൂപ അല്ലേ, കാറിന് 60 രൂപ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വണ്ടി വെച്ചിട്ട് വെള്ളയ്ക്ക് പോവാണ്. ഐ തിങ്ക് നല്ല വെയിലുണ്ട് അല്ലേ. കോടയുണ്ട് ഗൈസ്. കൊട കൊണ്ട് എന്തോ കാര്യം, പുള്ളിപ്പുലിയുടെ കോടയുണ്ട്. പറ. മുതിർന്നവർക്ക് 70 രൂപ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 10-15. ഹൈലൈറ്റ് എന്താണെന്ന് അറിയാം, വിദേശികളെ പ്ലക്കി ഗൈസ്. കേട്ടോ, സത്യം. പ്രകൃതി രമണി അല്ലേ. രമണിച്ചുള്ള സ്ഥലം. അതെ അതെ അതാ. അവിടെ നല്ല രസമുണ്ടല്ലേ, അഭയാരണ്യം എഴുതി വെച്ചേക്കണേ. അഭയാരണ്യം അവിടെ എൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പോയിട്ട് ആയില്ല. ടിക്കറ്റ് എടുക്കണ്ടേ ഫസ്റ്റ്? നമ്മൾ കൊടിഞ്ചതി കേട്ടോ. 70 രൂപയ്ക്ക് ടിക്കറ്റ്. ഇവൻ കുട്ടിയാന്ന് പറഞ്ഞ് കേട്ടിട്ടെ ഞാൻ കുട്ടിയാണെന്നൊക്കെ. അതെ, നല്ല രസം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ചേച്ചിയോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന്. ആദ്യം തന്നെ നെഗറ്റീവ് കിട്ടി. ആകെ 3 മൃഗങ്ങളെ മാത്രമേ കാണാനുള്ളൂ എന്ന് ചേച്ചി പറഞ്ഞു. പിന്നെ പുള്ളിക്കാരത്തി അവസാനം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇത് കണ്ടതിന് ശേഷം തൊട്ടപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്, അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു കൂപ്പൺ തരാം. ഈ കൂപ്പൺ 15 ദിവസത്തെ വാലിഡിറ്റി ഉണ്ട്. ഇവിടെ കയറിയിട്ട് അവിടുത്തെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50% ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. ആ ഒരു സമാധാനം മാത്രമാണ്. പക്ഷെ നമുക്ക് പോകാനും പാണൻകുഴി എക്കോ ടൂറിസത്തിലേക്കുള്ള 50% ഓഫറുള്ള ഒരു ഡിസ്കൗണ്ട് കൂപ്പണാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് 400 രൂപ കൊടുത്തിട്ട് വന്ന ആൾക്കാരൊന്ന് കാണിച്ചു കൊടുത്തേടാ പുറകോട്ടെ. ഓക്കെ, അധികം 400 കാണിക്കില്ലേ, 800 രൂപ കൂടെ പറ്റിച്ചിട്ട് പോണേ. ഓക്കെ, വോട്ടെവർ. ഇത് വേണ്ട, നമ്മളിപ്പോൾ ഇവിടുന്ന് 140 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 140 രൂപയുടെ ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്കും പാണൻകുഴി എക്കോ ടൂറിസം, പാണൻകുഴി, അവിടെ പ്രത്യേകിച്ച് നല്ല പ്രകൃതി രമണി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ രമണി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതാക്കുന്ന 50% ഡിസ്കൗണ്ട് ആ ചേച്ചി തന്നിട്ടില്ല. എല്ലാവർക്കും കൊടുക്കൂലെന്ന് തോന്നിട്ടോ, ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞെന്നൊക്കെ ടിക്കറ്റ് റേറ്റ് കണ്ടിട്ട്. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്, അവിടെ പോകണം. എന്തായാലും പോവാമല്ലേ, ജസ്റ്റ് എന്തായാലും ഇവിടെ വരെ വന്നല്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോവാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറിയപ്പോൾ തന്നെ നെഗറ്റീവ് അടിച്ച്, അയ്യോ ഇവിടെ ഒന്നും ഇല്ല കാണാൻ. കുറച്ച് ആനകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണാൻ കുഴപ്പമില്ല, വല്ലപ്പോഴൊക്കെ ഉള്ളല്ലോ. അപ്പോൾ ഇതിവിടെ നോക്കിയിട്ട് നല്ലൊരു രസമായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ അടിപൊളി. അയ്യോ വെള്ളം കുടിക്കുക.
ഞങ്ങൾ അകത്തോട്ട് എൻട്രി ചെയ്തു. അങ്ങോട്ടാണല്ലേ ഇതുവഴി പോവുക. മാൻ പാർക്ക് മാന് ഇവിടെ കാണപ്പെടുന്ന സത്യം. ഇവിടെ കാണുന്ന ഇതേ ബട്ടർഫ്ലൈസ് മാൻ. ഇതിൽ അകത്ത് കയറാൻ പറ്റുമോ? അകത്ത് കയറാൻ പറ്റുമല്ലോ ഇല്ലേ? ഹായ് എടാ. ഓക്കെ ഹായ് ഹായ്. നല്ല ഭംഗിയില്ലടാ. ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ. ബട്ടർഫ്ലൈ ഗാർഡൻ ആണിത്. ലൈക്ക് ഒത്തിരി ഉണ്ട് അവിടെ ഇതൊക്കെ. ഒന്നെങ്കിലും കയ്യിൽ വന്നിരുന്നായിരുന്നെങ്കിൽ. അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാ. കാരണം എനിക്ക് പിന്നീട് വോയിസ് ഓവർ ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ സംസാരിച്ച് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ സൂപ്പർ ആയിട്ടില്ലേ. കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു ഇവിടുന്ന്. നല്ല രസട്ടാ. ഈ നാച്ചുറലിനെ ഇഷ്ടപ്പെടുന്ന, അതായത് എന്താ പറ ഉറക്കെ പറ. നേച്ചർ നേച്ചർ എന്നല്ലേ പറഞ്ഞേ? നാച്ചുറൽ ബ്യൂട്ടി. ബട്ട് ഇറ്റ്സ് നേച്ചേഴ്സ് ബ്യൂട്ടി. ചെറിയൊരു കയ്യാവത്ത താറ്റിക്കരുത്. ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വരാം അല്ലേ? നേച്ചേഴ്സ് ബ്യൂട്ടി. ഓ മൈ ഗോഡ്. കാണിച്ചാ മോന്ത മരമോന്ത ഒന്നും കൂടെ പറയൂ സഹോദര. നേച്ചേഴ്സ് ബ്യൂട്ടി. അയ്യേ ഇതെന്താണ്? എന്താ പാവാട ഇട്ടേക്കണത്? മറ്റേ പാട്ട് എന്താ? അമ്മ കുട്ടി ചെല്ല കുട്ടി എങ്ക് പോച്ച് കത്തിരിക്ക. മതി മതി മതി. ഇത് ഇവൻ പണ്ടം കണ്ട് ഗോവയ്ക്ക് പോയിപ്പോ വാങ്ങിച്ചാന്ന് അല്ലേ? എന്റെ ജീവിതത്തിൽ ഗോവ കണ്ടിട്ട് പിന്നെ എന്താണ് ഉഗാണ്ട? ഫോട്ടോജി. സോറി ഫോട്ടോ വെച്ച്. ഇവന് ഈ കേരളം വിട്ടിട്ട് പോയില്ല. എറണാകുളം വിട്ടിട്ട് ഒരു സ്ഥലം കണ്ടിട്ടുണ്ടോ തമ്പുരാന് മാത്രം അറിയാം. കണ്ണൂരും കാസർഗോഡ് വെച്ച് ബാക്കി എല്ലാ ജില്ലയിലും ഞാൻ എന്റെ ഷോ നടത്തിയിട്ടുണ്ട്. ഗൈസ് വെറും തള്ളാണ് ഗൈസ്. സത്യമായിട്ടും കഴിഞ്ഞ ദിവസം ആരന്വേഷിക്കണം. കഴിഞ്ഞ ദിവസം കണ്ട് കോഴിക്കോട് പോയെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അതാണ് നീ പറയണേ. അതിനുമ്പ് എവിടെയായിരുന്നു ഞാൻ? എവിടെയായിരുന്നു എനിക്കറിയാം. നിലമ്പൂരത്ത് അവന്റെ വീട്ടിൽ പോയതല്ലടാ. റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. പാതിരാത്രി റെക്കോർഡിംഗ് അല്ലേ? ചേച്ചി എന്തെങ്കിലും ഒന്ന് സമ്മതിക്കാനൊക്കെ അങ്ങനെയൊക്കെ പറയും. അതെ അതെ. ഓക്കെ നമ്മൾ നടക്കുക. വെള്ളം ഇതിനകത്ത് കടകളില്ലാന്ന് തോന്നുന്നു. എന്തേ? അതായിരുന്നു ഞാൻ വേറെന്ത് പറയാൻ ഗൈസിനെ വിളിച്ചപ്പോ. ഓക്കെ പട്ടിക്ക് ഫുഡ് കൊടുക്കുക. പട്ടിയല്ല ഗൈസ്, അത് മാനാണ്. പട്ടിക്ക് ഫുഡ്. എന്റെ പൊന്നു ദൈവമേ, എന്തിനു ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ടുവന്നു നോക്കി. പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നൊക്കെ. എറിയരുത്, കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. കൊടുക്കരുത്. യെസ്. ഇങ്ങനെ ഇൻഡു ഇട്ടേക്കണത്. ഇന്നെന്താ ഭയങ്കര വെള്ളിയാഴ്ചയായിരുന്നാ? ബുധനാഴ്ച വ്യാഴാഴ്ച കൊമ്പ് തൂക്കിട്ട് കൊമ്പ് തൂക്കിയിടേ? എവിടെ എവിടെ? ഇതൊന്നും എന്റെ കണ്ണും കാണുന്നില്ല. എവിടെ? അവിടെ. അത് കൊമ്പൊന്നും അല്ല കേട്ടോ ഗൈസ്. ഇതാണോ മറ്റേ സൽമാൻ ഖാൻ പിടിച്ചോണ്ട് പോയ മാൻ? ഇത് മാനല്ല. ഹേയ് ബേബി കം ഓൺ. ഇപ്പൊ കാണുന്നു. ഇതേടെ ഉമ്മ വയ്ക്കണു. ഇത് ഞങ്ങളെ മാത്രം കണ്ടാ പോരാ, മാനിനെ കാണണല്ലോ നിങ്ങൾക്ക്. സോറി ഗൈസ്. ദേ നമ്മുടെ മാൻകുട്ടികൾ നിൽക്കുന്നു. കുറേ പേരുണ്ട് കേട്ടോ. ഹായ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആര്? അവിടെ നോക്കി വായിക്കല്ലേ? അതാ ഏത് തെണ്ടിക്കാൻ പറ്റും. ഒന്ന് നോക്കിയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞേ. വെയിറ്റ്, ഞാൻ വരാം അങ്ങോട്ട്. ഗൈസ് വയ്ക്കണ്ട. കുറേ ഉണ്ട്, പക്ഷേ ഈ മണ്ണിന്റെ കളർ ആയതുകൊണ്ടേ മനസ്സിലാവുന്നില്ലല്ലോടാ. പറ, ഡീറ്റെയിൽസ് പറയൂ. എന്നിട്ട് ഓക്കെ മലയാളത്തിൽ പറയൂ. ശരി, അതിന്റെ പേരായിരുന്നല്ലോ പറഞ്ഞത്. ഓക്കെ ശരി. അതെന്താന്ന് നോക്കിട്ട് പറയാം. എത്ര വെയിറ്റ് ഉണ്ട്? 85 കിലോ വെയിറ്റ് ഉണ്ട് ഒരു മാനിനാ? ശരി. Also called chital. The coat is reddish fawn marked with white spots. The belly under the side of the tail, inside of the legs, and the portion between the thick and buttocks are. ചേട്ടാ, ഇത് മറ്റേ 400 രൂപ വാങ്ങിക്കണ്ടായിരുന്നു കേട്ടോ. അയ്യോ, കാശ് ഞാൻ വാങ്ങിപ്പിക്കും കേട്ടോ. അങ്ങനെ പറ. അതിന്റെ മലയാളം പറഞ്ഞി. മലയാളം അത് നിങ്ങൾ തിന്നണേ പുല്ല്.
ആ അത് മാത്രം മനസ്സിലായി ഗ്രാസാന്നൊക്കെ. ആ കായ പിന്നെ പൊന്നു മറിക്കാൻ കിട്ടിയ ആ ഫ്രൂട്ട്സ്. പിന്നെ 1 കിലോ ആപ്പിള് 1 കിലോ ഓറഞ്ച് ഇതൊക്കെയാണ് അത് തിന്നുന്നതെന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചേക്കണേ. ദേ ഗൈസ് ഞങ്ങളപ്പോൾ ഇത്തിരി നേരെ ഇവിടെ ഇരുന്ന് കാഴ്ചകൾക്കാണ്. വാടാ നമുക്ക് ഇവിടെ ഇരുന്നാലോ. ഈ മാനൊക്കെ ഉണ്ട്. മാനിനെ കുറേ വർത്താനൊക്കെ പറഞ്ഞു. മാനിനോടല്ല മാനിൻ്റെ അടുത്തുനിന്ന് ചേച്ചിയോട്. അവിടെ കൊമ്പൊക്കെ ഉണ്ടായിരുന്നു മാൻ്റെ. ഇനി അപ്പം അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് മ്ലാവ്. മാവല്ല കേട്ടോ മ്ലാവിൻ്റെ എന്ത് സാമ്പാർ ഡിയറോ? ഇതാണ് സാമ്പാറിലെടുത്ത ഡിയർ. ഇത് വെച്ചേക്കണൊക്കെ സാമ്പാർ ഡിയർ. ഓ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതേ ഇതേ കിടക്കണോ? കാണുന്നുണ്ടില്ലല്ലോ നിങ്ങൾ? ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോഴും കാണുന്നില്ല കേട്ടോ. എവിടെടാ 3-ലിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. ഇതിനകത്ത് ഉള്ളിൽ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾ കാണാത്തതുകൊണ്ടാ. ഇവിടെ അടുത്തില്ല. എനിക്ക് 3 ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ക്യാമറ ബ്ലറാവും. അതേ കിടക്കണം ഒറ്റ. കണ്ടോ പശുവിനെ പോലെയാണ് ഏകദേശം ഇരിക്കണത്. കണ്ടു കഴിഞ്ഞാൽ പശുവാണെന്ന് തോന്നും, പക്ഷെ പശുവല്ല ഗൈസ്. ഇതാണ് ഈ സാധനമാണ് മ്ലാവിന്. ഇപ്പോൾ അടുത്ത് കാണാം കേട്ടോ. അവിടെ വേറെ ഉണ്ട്. സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ഇതിനകത്ത് ആകെ കൂടിയുള്ളത് മ്ലാവ്, മാന്, ആന, മിനി സൂ ആണ്. ഈ 3 സാധനം അല്ലാതെ വേറെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അയ്യോ സോറി ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ മാനുണ്ട്. 70 രൂപ വർത്താണ്. ഐ തിങ്ക് നോട്ട് ബർത്ത്. ആയി നമുക്ക് കുറച്ചുകൂടെ പോകാനല്ലേ നോക്കിയിട്ട് പറയാം. ഒന്നുമില്ല. എന്നാൽ അവിടെ ചേട്ടന്മാരെ ഇറങ്ങിയ ചേട്ടന്മാർ തന്നെ പറഞ്ഞു കേട്ടോ. അതെ ആണെങ്കിൽ അവിടെ ഉണ്ട്. മ്ലാവ് നിൽക്കണം ആയിരിക്കും. അതെ ആ കൂട്. ഇത് വേറെ കൂടല്ലേ? അല്ല ഇത് വേറെ സാധനമാടാ. ഇതെന്താ സാധനം? അല്ലല്ല ഇത് വേറെ. ഇത് മ്ലാവാണ്. ആക്ച്വലി ഇതല്ലേ അതെ ഇത് മ്ലാവിച്ചി മറ്റേത് മ്ലാവൻ. ഇതാണ് പെണ്ണ്. അപ്പുറത്ത് ആണായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പോയി അവിടെ ഒക്കെ ഇരുന്നത്. ഇത് മ്ലാവച്ചി മറ്റേത് മ്ലാവൻ. ഞങ്ങളിപ്പോ ഗൈസ് അതായത് അവർ പറഞ്ഞു ഇത് ഫീമെയിലാണ്. കൊമ്പില്ല. ഫീമെയിലിന് കൊമ്പില്ല. മ്ലാവിന് കൊമ്പില്ല. മെയിലിന് കൊമ്പുള്ള. അല്ലെങ്കിലും അതെ ഈ ആണുങ്ങൾക്ക് കൊമ്പുണ്ടോ? 100 കൊമ്പാണ് ആണുങ്ങൾക്ക്. കൊമ്പുള്ളവന്മാർ ആണുങ്ങൾ. അയ്യോ ഓക്കെ വോട്ടെവർ. എന്തിനാണ് രണ്ടായിരുന്നു നോക്കി വിളിച്ചു വരുത്തിക്കൊണ്ട് വന്നതൊക്കെ. ഓക്കെ അപ്പോൾ അത് കണ്ടത് മെയിലാണ്. അതിന് കുറേ കൊമ്പുകളുണ്ട്. ഇത് കണ്ടത് പെണ്ണാണ്. അപ്പം ഇതിന് ഞങ്ങൾ തീരുമാനിച്ചത് എന്താണെന്നറിയാം. പെണ്ണിനെ കണ്ടത് മ്ലാവച്ചി മറ്റവൻ മ്ലാവനും മ്ലാവച്ചിയായിരുന്നു. അടിപൊളി പേര്. നമ്മൾ പേരിട്ടോ ഗൈസ്. മ്ലാവൻ മ്ലാവച്ചി. ഓക്കെ ഇനി വേറൊരു സാധനം ഞാൻ കാണിച്ചു തരട്ടെ നിനക്ക്. ഇതെന്താണെന്നറിയോ? വാട്ട് ഇസ് ദിസ്? അറിയോ? ഡു യു നോ ദാറ്റ്? പുട്ടോ? പുറ്റ്. യാ ദിസ് ഇസ് പുറ്റ്. ചിതൽ പുറ്റ്. ഇതിനകത്ത് ബേബി ബാമ്പുണ്ടോ? ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് പറഞ്ഞോട്ടെ. വിശക്കുണ്ട്. അരി കിട്ടും. വെള്ളച്ചാട്ടം പോലെ കണ്ടിട്ടില്ലേ? ഇതിനകത്ത് നടക്കാനല്ല തിന്നാനൊന്നുമില്ല ഗൈസ്. വന്ന വഴിയാ റംബൂട്ടാൻ 2 പറിച്ചാൽ മതി. പച്ചേ ചേട്ടാ അവിടെ നിന്നല്ല കരടിയല്ല എന്റെ വയറ്റിൽ. ഓ തമാശ. അല്ല കാര്യം കൊച്ചു വന്ന് സത്യമായിട്ട് കൊച്ചു വന്നേ. സോ ഗൈസ് നമ്മളിപ്പോൾ എങ്ങോട്ട് പോകുന്നു? ദാഹിക്കുന്നുണ്ടോ? നന്നായി എനിക്കും. അവിടെ നമ്മുടെ കയ്യിൽ ബാഗ് ഉണ്ട്. ബാഗിൽ കുടമില്ല. നടന്നു മടുത്തു എന്നുള്ളതായിരുന്നു അത്. നടുത്തു. ഓക്കെ നമ്മളിപ്പോൾ എലിഫന്റ് ക്യാമ്പിലേക്കാണ് പോണത്. അവിടെ കുറച്ച് ആനകളും ഉണ്ടെന്നാ പറഞ്ഞത്. ഇത് നീങ്ങി ഇറക്കാവോ? ചേതൽപ്പുറ്റ് കണ്ടോ? അതവിടെ ഗൈസ് മടുത്തു. ഐ എം വെരി ടയേർഡ് ആക്ച്വലി. എനിക്കിരിക്കണം. ഇവിടെ എലിഫന്റ് ഫ്രഞ്ചസ് ഉണ്ട്. ഫ്രഞ്ചോ? ഫ്രഞ്ച് എന്നുവെച്ചാ സഫാരി ആയിരിക്കും. ഫ്രഞ്ചസ് അല്ല ഫ്രഞ്ചസ് എന്ന് പറഞ്ഞ കുഴിയല്ലേ? അല്ലേ വെറുതെ അറിയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞിട്ട് ട്രോൾ മേടിച്ച് കൂട്ടല്ലേ കേട്ടോ. സോ ഗൈസ് നമ്മൾ എലിഫന്റ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഓരോ ആനകളുടെ പേരാണ്. സുനിത, ആശ, പാർവതി, അഞ്ജന, ഹരിപ്രസാദ്, ചന്ദ്രു, അഭിമന്യു. ഇത്രയും ആനകളാണ് ഇവിടെ ഉള്ളത്. സുനിത എന്ന് പറഞ്ഞാൽ 55 വയസ്സുണ്ട് കേട്ടോ സുനിതയ്ക്ക്.
ഓരോരുത്തരുടെ പ്രായവും അവരെവിടുന്നാ വന്നേക്കുന്നതെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ സുനിത എന്ന് പറഞ്ഞാലില്ലേ എൻ്റെ മമ്മിയുടെ പ്രായം. അതൊരു കുട്ടിക്ക് ജന്മം നൽകിയിട്ടുണ്ട്, സണ്ണി എന്ന് പറയുന്ന കുട്ടിക്ക്. അത് 1990 എൻ്റെ പ്രായം, മനസ്സിലായാ? അപ്പൊ അത് ഞാൻ തമ്മിൽ ഇച്ചിരി എന്തോ ബന്ധമുണ്ടെന്നാ തോന്നുന്നു. അയ്യോ അന്നേ സണ്ണി ഒരുമിച്ച്. അതെ, ഇത് കാപ്പിക്കാടാണ്. അപ്പൊ എവിടെ പോയിട്ട് കാണാൻ? നമുക്ക് ഈ വഴി ഇതിൽ അങ്ങോട്ട് പോവാം. പാർവതി അതിനകത്തുണ്ടായിരുന്നോ? പാർവതി കുഞ്ഞതാ. മണ്ണുകാരി കുളിക്കുന്നു. ഇതാണ് മണ്ണുകാരി എറിയിട്ടത്. നോക്കിട്ട് പാർവതി ഹായ്. മണ്ണുകാരി ഇങ്ങോട്ട് എറിയണല്ലോ നമ്മുടെ. ആനയും അന്നയും ഗൈസ്. കുറേ ആനകളുണ്ട്, കുറേ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നു. നിനക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ. ഡാൻസിങ് എലിഫന്റ്സ്. ഓ, ഇതായിരുന്നു അത്. ഇതാ അഞ്ജന, 22 വയസ്സേ ഉള്ളൂ കേട്ടോ, വെറുതെ അല്ല. പിന്നെ ആശ, 23 വയസ്സ്. പിന്നെ എന്താണ്? ആ, അത് അതിന്റെ പേരെന്താടാ? അല്ല, പ്രായം കൂടിയത് ഹരിപ്രസാദ് അല്ല. ആ, സുനിതയാണ്. സുനിതയാണ് ഏറ്റവും പ്രായം കൂടിയത്. സുനിതയ്ക്ക് 55. ഇത് ആയിരിക്കും. ദേ മമ്മീനെ ഞാൻ പറഞ്ഞ കാര്യം. മമ്മിയുടെ പ്രായമുള്ള ആന. വാ വിളിക്കണു. സുനിത. അയ്യോ, സുനിത ആൻറ്റി. അങ്ങനെ ഞങ്ങളെല്ലാം ആനകളെ, കുറേ ആനകളെ കണ്ടു. ഇപ്പൊ എത്ര ആന ആയത്? 5 അല്ലേ? ആ, താഴെ ഒന്ന് നിപ്പുണ്ട്. 6 ആനകളെ കണ്ടു. ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആന ഇതാണ്. ആ സുനിത എന്ന് പറഞ്ഞിട്ടുള്ള ആന ഇതാണ്. അതിന് ശേഷം അതാണ് ഹരിപ്രസാദ്. അതൊക്കെ ചെറിയ ആനകളാണ്. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കണേ. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേടാ. പിന്നെ ഒരു ഭീകരനുണ്ട് അപ്പുറത്ത്, ഒറ്റക്കിട്ടേക്കണം. ആണല്ലേ? അതെങ്ങനെ നിനക്കറിയാം? ഞാൻ പണ്ടെങ്ങാണ്ട് ജനിച്ചപ്പം കണ്ട് വന്നിട്ട് ഒരു ഭീകരൻ അപ്പുറത്ത് കെട്ടി. ഈ വന്നിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്നല്ലേ? ആ, 4-5 പേർക്കായതുള്ളൂ. നിന്റെ 9 എന്ന് പറഞ്ഞാൽ 10, 11, +1, +2, ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ആയി. 5 വർഷം, 4 വർഷം, 5 വർഷം കണ്ട കഥയാണ് ഈ പറയണത്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആനകൾ. ഇത് ഒരാൾ മണ്ണ് വാരി കളിക്കുന്നു. ഇവിടെ ആനകൾ, ഒരാൾ മണ്ണ് വാരുന്നു, ഒരാൾ പുറഞ്ചൊറിയുന്നു. എടാ, കമ്പെടുത്തിട്ട് നെറുകന്തലെറിയുന്നു. കോമഡി തന്നെ. പക്ഷെ ഇവര് ഭയങ്കര സൈലന്റ് ആട്ടാ. അതിന് അത് പിടിയാൻ അല്ല, കൊമ്പനാനല്ലേ? കൊമ്പനാന അത് കൊമ്പൻ, ഇത് പിടി. ചേട്ടാ, ഒരു ആനവാല് തരുമോ? ചില ആനവാല് തരുന്നു. അതെ, ആനവാലോ? നിനക്ക് എന്ത് വാല? നിനക്ക് വാലുണ്ടോന്നൊക്കെ പോകുന്നേ. ആനനെ കാണാൻ എത്ര നേരം കണ്ടെന്നായിരുന്നോ? ആനകൾ. ഇതെന്താനെയാണ് പേര് പറയടാ? പീലാണ്ടി ചന്ദ്രു. അതിനെ കുറിച്ച് പറ. ഏറ്റവും വലിയ ആനയാണ്. ഏറ്റവും വലിയ ആനൊന്നല്ല അല്ലേ? എന്തോ ഭീകരനാണ്. അതെന്തുറ്റി? ഒറ്റക്കിട്ടേക്കണം. അപ്പൊ താഴെ കിടക്കണ ഒന്നിനെ ഒറ്റക്കിട്ടേക്കണ ഭീകരൻ. ഇവൻ അതിനേക്കാളും വലിയ ഭീകരൻ. ഓക്കെ, അപ്പൊ അന്നെ മടുത്താ മോൻ? ആ ഒരു തീരുമാനം എനിക്കുണ്ട് കേട്ടോ. എനിക്കും വിശക്കുണ്ടായിരുന്നു. വിശന്നിട്ടേ നടന്ന് വിശപ്പ് പോയി. എനിക്ക് ദാഹിക്കണോ വിശക്കണോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത്തിരി എന്തോ കഴിച്ച്. ഇവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ചാടിച്ചിരി കഴിച്ചതാ. അല്ല, ഇവനും കൊടുക്കേണ്ടി വരുന്നത് അല്ലട്ടോ. ഇവൻ വരുവാണ് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കഴിച്ചില്ലായിരുന്നു. വേഗം ചാടിപ്പെടുത്ത് കഴിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കണേ. എന്തിന് തിന്നാനാ? എൻ്റെ വീട്ടിൽ നിന്നാ പറയണ്ടായിരുന്നു അതൊന്നും ഇല്ലാന്ന്. അമ്മ മീൻ മുറിക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിച്ചിട്ട് വന്ന, അല്ലാണ്ട് ഉച്ചക്ക് കഴിച്ചില്ല. അങ്ങനെ എനിക്ക് ഈ സ്ഥലം കണ്ടിട്ട് ഞാൻ മാത്തേരാനിൽ കഴിഞ്ഞ വർഷം പോയിണ്ടായിരുന്നു. അതുപോലെ തോന്നുന്നു. അപ്പം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേടാ, മാത്തേരാൻ പോലെ തോന്നുന്നു എന്നുള്ളത്. എനിക്ക് ഇങ്ങനെ തന്നെ ഇതുപോലെ വഴി ഫുള്ള് മരങ്ങൾ. സൈലൻസ് ആണ് കേട്ടോ. പീലാണ്ടി ചന്ദ്രു.
49 വയസ്സ്. എന്തിനാണ് ഇതിനെ ഒറ്റയ്ക്ക് ഇട്ടേക്കുന്നതെന്ന് ആർക്കറിയാം. എന്താ അവിടെ അവനെ മെരുക്കി വെച്ച് കൂടി ഇതാ അതിനകത്തിടും. എന്നോടാര് പറഞ്ഞു എന്തിനാടാ അത്? ഈൻ്റെ പൊന്നു മോനെ, ഈ കുളിസിയും കാണാനാണ് നമ്മളിവിടെ വരെ നടന്നു വന്നത് പണ്ടാരം. അതെ, സെൻസിറ്റീവ് കണ്ടന്റ്. അതിന്റെ ചെരുപ്പ്, എന്റെ ചെരുപ്പ്. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് അത്ര ദൂരം നടന്ന് ആനയുടെ കുളിസീൻ കാണാൻ വന്നത്. ആണ്. വളരെ മിളച്ചമായി പോയി. വാ, ഞങ്ങൾക്കൊന്നും ആണോ പോയി ഗൈസ്? അത്ര ദൂരം എന്താ പറഞ്ഞ പാവട്ടോ. തിരിച്ചു വീണ്ടും മടക്കി വെച്ചിട്ടാ അരമണി. ഇതെന്താടാ അവിടെ കെട്ടിയൊക്കെ വെച്ചേക്കണമെന്നുള്ള? ഞങ്ങൾ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നടന്നു ഇവനെ കാണാൻ വന്നതാ, കുളിക്കിന്. ഈ കുളിക്കും കാണാനാണ് അവിടെ വരെ വന്നതാ. ഇല്ല ഗൈസ്, വിശക്കുന്നു ഗൈസ്. ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഫുഡ് ഉണ്ടാവുന്ന വെച്ച് വന്നതാ ഗൈസ്. നടന്നില്ല. ആനക്കൂടുകളുടെ തണ്ണിമത്തനെങ്കിലും അല്ല, കുളിപ്പിക്കുന്ന വെള്ളമെങ്കിലും ഇച്ചിരി അണ്ണാക്കിലേക്ക് പീച്ചി തരും. ദാഹിക്കണം, ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു, ഡീഹൈഡ്രേഷൻ ആവുന്നു ഗൈസ്. അപ്പം നമുക്ക് വെള്ളമൊന്നും കിട്ടിയില്ല. നമ്മളവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ചേട്ടൻ പറഞ്ഞത് പ്രകാരം പറയാണ്. നമുക്കും കൂടുതലായിട്ട് ഇവരറിയത്തില്ല, പുള്ളി പറയണത് വെച്ചിട്ട് എന്നുള്ള രീതിയിൽ പറയാണ് കേട്ടോ. സോ നമ്മൾ അങ്ങ് ലാസ്റ്റ് പോയി കണ്ട ഒരു ആനയുണ്ട്. എന്തായിരുന്നു? ചന്ദ്രൻ. യെസ്, ചന്ദ്രു. അത് ആ ആന അതിൻ്റെ അവിടെ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ മെരിക്കാനാണെന്നുള്ളത് അല്ലേ? ഒരു ചട്ടക്കൂട്ടുണ്ടാവും. പക്ഷെ അത് അതിനെ മെരിക്കാനല്ലായിരുന്നു. പണ്ട് അരിക്കൊമ്പനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അരിക്കൊമ്പനെ കൊണ്ട് മെരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്ടക്കൂടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അരിക്കൊമ്പനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുമില്ല. അതിനെ മയക്കുവെടി വെച്ചിട്ട് ഇവിടുന്ന് കാട്ടിലോട്ട് വിട്ടു. കുറേ ആൾക്കാർ, കുറേ ജില്ലക്കാർ, എല്ലാ ജില്ലേനെ എടുത്ത് പറയുന്നതിൽ ഏതൊരു ജില്ലക്കാർ അതിനെ കൂട്ടിലടയ്ക്കാൻ പാടില്ല എന്നൊരു ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ അതിനെ കൂട്ടിലടയ്ക്കാതെ എവിടെയോ കൊണ്ട് അതിനെ ഒഴിവാക്കി. അത് ചത്തുപോവുകയും ചെയ്തു. അത് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരാണ്. പാവം. ദ്രോഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഒട്ടവരെ, പക്ഷേ എന്നാലും അത് അങ്ങനെ അങ്ങ് പോയി. അപ്പം ഇവിടെയുള്ള ഓരോ ആനകളും, ഇവിടെ വെച്ചേക്കുന്ന ഓരോ ആനകൾക്കും ഓരോ കേസും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ആ കണ്ട പീലാണ്ടി ചന്ദ്രൻ എന്ന് പറഞ്ഞത് ഗുരുവായൂരോ എവിടെയായിരുന്നുണ്ടോ? മണ്ണാർക്കാട്. യെസ്, മണ്ണാർക്കാട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആളുകളെ കൊന്ന ആനയാണ്. അപ്പം അതിനെ ഇവിടെ കൊണ്ടുവന്നതാണ്. അതുപോലെ ഓരോ ആനകൾക്കും ഓരോ സ്റ്റോറീസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനെ കുറിച്ച് വേറെന്തോ പുള്ളി പറഞ്ഞല്ലോടാ? പണ്ട് കോടനാടിന്ന് മുഴുവനായിട്ട് കൊണ്ടുവന്നാണ് എല്ലാവരും. അപ്പൊ അന്ന് കൊണ്ടുവന്ന കൂട്ടത്തില് കരിങ്കുരങ്ങും പാമ്പുകളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അതിന് വെക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ തൃശ്ശൂര് സൂവിലേക്കാണ് അതുങ്ങളൊക്കെ കൊണ്ടുപോയത്. യെസ്, റൈറ്റ്, കറക്റ്റ് ആണ്. ഇപ്പം അതായത് കോടനാട് ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ആന വളർത്തൽ കേന്ദ്രം. അതെ, അവിടെ ഇപ്പം ഇല്ല, അത് മൊത്തം ഇവിടെയാണ്. പക്ഷെ അവിടെ കുറച്ചും കൂടെ കൂടുതൽ കാണാനുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് അത്രയൊന്നും ഇല്ല. അതാണ്. അതെ, അത് മാത്രമേ ഉള്ളൂ. ഒരു ഏർമാടം, നോ എൻട്രി എഴുതി വെച്ചിട്ട് ഒരു ഏർമാടം ഉണ്ടാക്കി വെച്ചാൽ എന്ത് കാര്യത്തിലാണ്? നോ എൻട്രി എന്ന് കണ്ടില്ലേ? വേണ്ട. സ്കൂണ് മഷ്റൂം കിട്ടി ഗൈസ്. വേണോ ഗൈസ്? നിനക്കുള്ള പാർക്കടാ. അതാണ് എനിക്ക് വേണ്ടല്ലേ? ഇതായിരുന്നു ഞാൻ കണ്ട സ്വപ്നത്തിലെ. ഇതാണ് എൻ്റെ സ്വപ്നം എന്നൊക്കെ. പാർക്കിൽ പോയിരുന്നാ മതിയായിരുന്നോ? ഫുഡ് കിട്ടാ, ഇവിടെ ഫുഡ് കിട്ടാൻ ചാൻസ് കുറവട്ടോ. എന്തേലും അത് കിട്ടുമായിരിക്കും. എന്തേലും ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടുമായിരിക്കും. ഇവിടെ നല്ല ഏരിയ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ അത്. അല്ലേ? നല്ല ഭംഗി കേട്ടോ ഗൈസ്. ഇതൊക്കെ ഇതാണ് നമ്മൾ അന്വേഷിച്ചു വന്ന പ്രകൃതി രമണി. ഓക്കെ, ഇതായിരുന്നു രമണി അല്ലേ? അത് ശരി. കണ്ടില്ലേ? കണ്ടു. റെഡ് സാൻഡിൽ പ്ലാന്റേഷൻ, അതായത് രക്തചന്ദന. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്കിടെ നടന്ന് ഈ വീടിൻ്റെ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
അപ്പം നമ്മളെവിടെ എത്തി? നമ്മളിപ്പോൾ ചന്ദനത്തോട്ടത്തിൽ. എവിടെ എത്തിയാണ് തോട്ടം? ഇതൊക്കെ ഇരിക്കും. തോടാ. നമ്മളിപ്പോൾ ഒരു പാർക്ക് പോലെയുള്ളൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കണ്ട കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ. അതെ, ഹായ്. ആ ഹായിടാ, പിടിച്ചേടാ. ആഹാ, ദൂരെ പോടാ. ഹായ് വാ. ഒളിഞ്ഞു നോക്കണമെന്നൊക്കെ. ഇങ്ങനെ ഒരുപാട് ഊഞ്ഞാലുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവിടെ കെട്ടിട്ടുണ്ട്. ഊഞ്ഞാൽ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കളിക്കാനുള്ള ഒന്നുമില്ല. നല്ല രസം. സീവീഡിൻ്റെ സൗണ്ടും കാടിൻ്റെ ഒരു ഭംഗിയും എല്ലാം ചേർന്ന്. ഇപ്പം സമയം ഏകദേശം 4:30. ഞങ്ങൾ കയറിയിട്ട് 3 മണിക്കൂർ നടന്നോട് ഉപ്പാടാ അല്ലേ? മടുത്തില്ലേ? ശരിക്കും മടുത്തല്ലോ, ടയേർഡായിപ്പോയി അല്ലേ? തിരിച്ചു പോകണമെന്നൊരു ആഗ്രഹം. അങ്ങനല്ല, അതല്ല തിരിച്ച്. ഇവിടെയൊക്കെ നോക്കൂ. ആ ഇങ്ങോട്ട് വാ. ഇത് മനസ്സിലായോ? പാമ്പും കോണി. പാമ്പും കോണിയും കളിക്കുന്ന സ്ഥലം അവിടെ ഉണ്ട്. ആ സാധനം ഇതിങ്ങനെ ഇട്ടിട്ട് ഓരോ ഇതിലേക്ക് പോകും. ഇതിങ്ങനെ 30 രൂപ പോകും, 31 രൂപ പോകും. ഇത് വീണ്ടും ഇങ്ങനെ പോയി 35 എത്തുമ്പോഴത്തേക്ക് പാമ്പ് പോയി നേരെ 13 രൂപ. എന്തൊക്കെ കളികളാണല്ലോ കാണുന്നത്. അയ്യോ, ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ ഇരിക്കാനൊക്കെ നല്ല. ഇത് കെട്ടി വെച്ചൊക്കെ നല്ല ഭംഗിയില്ലടാ നോക്കി. ആ ഇത് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം അല്ലേ? എന്നൊക്കെ കുറച്ചും കൂണാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ വേണം പുറകിന് പാമ്പ് വന്നിട്ട്. എന്താ ഇവിടെ ഇരിക്കുന്നത്? പിന്നെ ഇതേ ആനനെ കുളിക്കാൻ കൊണ്ടുപോകുന്ന ചടവാണ്. ഇവിടെയാണ് ആനകൾ. നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. പല സ്ഥലങ്ങളിലേക്ക് അവിടെയൊക്കെ കെട്ടി വെച്ചേക്കണ ഇറങ്ങാൻ പറ്റൂല. പിന്നെ ഇത് മൊത്തം മുളയാണ്, മുളക്കൂടുകൾ. ആഹാ, നല്ല രസം. സ്ഥലങ്ങൾ കാണാൻ നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇവിടെ സൂ എന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മൾ സൂവിനെ പറ്റി പറയാനാണെങ്കിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. സൂ ആകെ 3 മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ, 3 സൈസുള്ള ആന, മാന്, മ്ലാവ്, ബട്ടർഫ്ലൈ കയറുന്ന സമയത്ത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പക്ഷേ ഈ ഇതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. കണ്ടിരിക്കാനും ഒരു 5-6 മണിക്കൂർ ഇതിനകത്തൂടെ സ്പെൻഡ് ചെയ്ത് നടക്കാനൊക്കെ ഉള്ളതുണ്ട് അല്ലടാ? സോ അത്രയേ ഉള്ളൂ. അപ്പം നമുക്കിനി അത്രയും കൂടെ സ്ഥലങ്ങൾ കണ്ട് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ചങ്ങ് പോകും. ബാക്കി കാണാം. ഓ, ഞങ്ങൾ ആടുകയാണ് ഗൈസ്. ആടുന്നു. ആടാട് ആടാടാടോ. പക്ഷേ ഉണ്ടല്ലോ, ഞാനാണ് ഏറ്റവും ഫസ്റ്റ് പുറകോട്ട് പോകണത്. അതെന്താണെന്നറിയില്ല. ഓ, വേണ്ട വേണ്ടേ. സോ ഗൈസ്, അപ്പം നമ്മളിതെല്ലാം കണ്ട് ഇങ്ങനെ നടന്ന് മടുത്ത് ടയേർഡായി. ചത്ത് വെള്ളത്തിലിറങ്ങാൻ ഇവിടെ പറ്റത്തില്ല. ഇവിടെ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ കുറച്ച് ഇത് പറയട്ടെ, നെഗറ്റീവ് പറഞ്ഞോ. പിന്നെ ഇത്ര നേരം നെഗറ്റീവ് തന്നെ പറഞ്ഞു. കയറിയിരിക്കാൻ കുറച്ച് നല്ല അടിപൊളി സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗികളാണ്. പക്ഷെ ഇതുപോലത്തെ ഏർമാടങ്ങളുണ്ട് 2-3 സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ട് ശ്രദ്ധിച്ചിരുന്നു. ഇല്ല, കയറാം, നോ എൻട്രി എഴുതി വെച്ചേക്കാണ്. ഇതാണ് കുണ്ടം, ഉയർത്താൻ കഴിയില്ല. കയറാൻ കഴിയില്ല. ആ സീനൊക്കെയാണ്. ഇവിടെ കയറാൻ പറ്റില്ല. കയറിയാൽ വ്യൂ കിട്ടുമായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഏകദേശം നമ്മൾ കഴിഞ്ഞു. ഇനി കുറച്ച് സ്ഥലങ്ങളും കൂടെ ഉള്ളൂ. ഏറ്റവും അവസാനം നെഗറ്റീവ് പറയാം. അതെ, ഞാൻ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ശരിക്കും വരണോ? ഇതിൽ കയറാൻ പറ്റില്ലടാ. പാർക്കിൽ വന്നിട്ട് കുരങ്ങിനെ കണ്ടില്ലെന്നുള്ള വിഷമം അറിയില്ല. ഇത് സത്യം. എടാ ഊഞ്ഞാല് ഇതിപ്പോ പൊട്ടി വീണ തീർന്നല്ലേ? പൊട്ടി വീണ തീർന്ന്. ഇറങ്ങ്, ഒന്നുകൂടെ കയറണ്ടേ? നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഗൈസ്. അവസാനം ഞങ്ങളത് അപ്പിയ സാധനം കിട്ടിയെന്നൊക്കെ. ഇതേ പെരിയാർ കഫേ പെരിയതായി പോയി. കാരണം
ഞങ്ങൾ 1 മണിക്കൂറായി ഗൈസ് ഇത് തപ്പിക്കൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് ദാഹിച്ച് വലഞ്ഞ ഞങ്ങൾ. ആണ് ഒന്നുമില്ല തിന്നാൻ. ശുദ്ധമായ കാട്ടുതേൻ ഇവിടെ ലഭിക്കും ഗൈസ്. ഞങ്ങൾക്ക് ആകെ കിട്ടിയത് പരിപ്പ് വട ചായ മാത്രമാണ് അല്ലേ? അതെ, അങ്ങനെ പച്ചവെള്ളം കിട്ടിയത്. നല്ല പുഴ സൈഡിൽ ഇരുന്നിട്ട് നമ്മൾ പരിപ്പ് വട തിന്നാൻ പോകുന്നു ഗൈസ്. ചിയേഴ്സ്. ചെല്ലുമില്ല കുട്ടികൾക്കും ഇപ്പം 13 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ. അതെ, 13 വയസ്സ് പ്രായം കുട്ടികൾ. 5 വയസ്സും കൂടെ കൂടിപ്പോയി. കളിക്കോപ്പുകൾ കുട്ടികൾക്ക്. എന്ത് കോപ്പ്? പുറത്തേക്കുള്ള വഴിന്ന്. അതെ, എസ്കിറ്റ്. ഇനി എങ്ങോട്ടാടാ? അത് മനസ്സിലായി എങ്ങോട്ടാ? ഇതില് ഞങ്ങളങ്ങനെ കയറിയ സ്ഥലത്ത് നിന്നും വീണ്ടും തിരിച്ചിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. രക്ഷപ്പെട്ടു വന്നു. മൃഗങ്ങളെയൊക്കെ കണ്ട് പേടിച്ചിറങ്ങി ഓടിയെന്നൊക്കെ കഴിഞ്ഞു. ഏകദേശം 4-4.5 മണിക്കൂറായില്ലേ? 5 മണിയായി. 4-4.5 മണിക്കൂർ കൊണ്ട് അതിനകത്ത് കയറി ഇരിക്കണമായിരുന്നു. സോ ഗൈസ്, അപ്പം നമ്മൾ വീഡിയോ അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ അഭിപ്രായം? ഇഷ്ടപ്പെട്ടു. അതായത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ വന്ന് കാറ്റില്ല. അല്ല, വെറുതെ വന്ന് കുറച്ച് ഇങ്ങനെ ഇതൊക്കെ കണ്ട് ഇതൊക്കെ അതപ്പം ഒരു പ്രാവശ്യം അല്ലേ കാണാൻ കുഴപ്പമില്ലാത്തൊരു സ്പോട്ട് തന്നെയാണ്. വലിയ കുഴപ്പമില്ല. പിന്നെ എനിക്ക് ടിക്കറ്റ് ചാർജ് ഇച്ചിരി ഹൈ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് പാർക്കിങ്ങും ടിക്കറ്റും അത് കുറച്ച് കൂടുതലാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.